കാസർഗോഡ് ജില്ലയാകെയുള്ളത് 5 മണ്ഡലങ്ങൾ. ജില്ലാതിർത്തിയായ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ ഈ 5 മണ്ഡലങ്ങളിൽ സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്നത് മഞ്ചേശ്വരത്തേക്കാണ്. BJP അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലം. കെ സുരേന്ദ്രൻ എന്ന മുൻ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വീണ്ടും BJP മത്സരിപ്പിക്കും. നിലവിലെ MLA AKM അഷ്റഫ് തന്നെയാണ് UDF-നായി പോരിനിറങ്ങുന്നത്. KR ജയാനന്ദനെ മത്സരിക്കാൻ LDF-ഉം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ മണ്ഡലത്തിൽ തീ പാറുമെന്നുറപ്പാണ്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു ജില്ലയിൽ നിന്നും. അരുൺ, ചൂടേറിക്കൊണ്ടിരിക്കുന്നു. വിജ്ഞാപനം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം, കാത്തിരിപ്പാണ്. കാസർഗോഡ് നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിൽ മഞ്ചേശ്വരത്തേക്ക് നമ്മൾ ആദ്യം ഉറ്റുനോക്കേണ്ടതുണ്ട്. വീറോടെയുള്ള പോരാണ് മഞ്ചേശ്വരം കാണാൻ പോകുന്നതെന്ന് ഉറപ്പാണ്. മൂന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ ചിത്രം കൂടി തെളിയുകയാണ് KR ജയാനന്ദൻ. അതിന് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റേതടക്കം അറിയിപ്പാണ് BJP ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കരുതെന്ന്. KR ജയാനന്ദനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ, ചിത്രം പൂർണ്ണമാകുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് അരുൺ? മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് ആ ശക്തം. അരുൺ, ശബ്ദത്തിനൊരു സാങ്കേതിക തടസ്സമുണ്ട്, പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്നതാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള സാഹചര്യത്തിൽ ഏത് മണ്ഡലങ്ങളാണ് ചൂടോടുകൂടി ചർച്ചയിലുള്ളത്, അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെയാണ്, വിവാദങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ, മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് കുറച്ചു മുൻപാണ് ഒരു രാഷ്ട്രീയ ചിത്രം 3 സ്ഥാനാർത്ഥികളും ആരാണെന്നുള്ളത് ഏകദേശം വ്യക്തമായ ദിവസമാണിന്ന്. അതിൽ LDF-ന്റെ സ്ഥാനാർത്ഥി KR ജയാനന്ദനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. അതിൽ മണ്ഡലത്തിൽ തീ പാറുമെന്നുള്ളത് ഉറപ്പാണ്.